നമ്മൾ അടുത്തിടെ കണ്ട പ്രഡിക്ഷൻ വീഡിയോയിലും ഇന്ന് നമ്മൾ അറിയാൻ പോകുന്ന വീഡിയോയിലും ക്യാൻസറിനെ കുറിച്ച് പറയുന്നുണ്ട്. റഷ്യ ക്യാൻസർ വാക്സിൻ കണ്ടുപിടിച്ചു. അത് അവിടെയുള്ള ജനങ്ങൾക്ക് ഫ്രീ ആയി നൽകാൻ പോകുന്നു എന്നുള്ള വാർത്ത പല മാധ്യമങ്ങളിലൂടെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. എന്നാൽ ഇതിന് പുറകിലെ സത്യങ്ങൾ അവർ വിശദീകരിച്ചിട്ടുണ്ടോ? ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള വാക്സിൻ എന്ന് പറയുമ്പോൾ അത് ഏത് ക്യാൻസറിന് വേണ്ടിയിട്ടുള്ളതാണ്? ആർക്കാണ് അവർ നൽകാൻ പോകുന്നത്? അതിന്റെ ട്രയൽ എല്ലാം അവസാനിച്ചോ? ഇതുപോലുള്ള ക്യാൻസർ വാക്സിൻ ലോകത്തിൽ ഇതിനു മുൻപ് കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇങ്ങനെ പല ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുന്നുണ്ട്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ക്യാൻസർ 2024 ഈ ക്യാൻസർ എന്ന വാക്ക് എല്ലാവരും ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ടാകും. 5ൽ ഒരാൾക്ക് തീർച്ചയായും ക്യാൻസറുമായി ബന്ധപ്പെട്ട രോഗമുണ്ടായിരിക്കും. അതായത് ഒന്നുകിൽ അവർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ വന്നു എന്നും പറയുന്നുണ്ട്. 9ൽ ഒരു പുരുഷനോ 12ൽ ഒരു സ്ത്രീക്കോ ക്യാൻസർ വരാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു. ഇപ്പോ 2 കോടിയിലധികം ആളുകൾ ക്യാൻസർ ബാധിതരാണ്. ചികിത്സയിലൂടെ പലരും സുഖം പ്രാപിച്ചിട്ടുമുണ്ട്. വരുന്ന 5-10 വർഷത്തിൽ ക്യാൻസർ രോഗികളുടെ എണ്ണം 3 അല്ലെങ്കിൽ 4 മടങ്ങ് വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ഇവിടെ ഈ ക്യാൻസർ രോഗികളുടെ എണ്ണം കുറവായി കാണിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ശാസ്ത്രജ്ഞന്മാർ ചോദിക്കുന്നുണ്ട്. അതെ, ഈ ഭൂമിയിലുള്ള എല്ലാ പ്രദേശങ്ങൾക്കും എല്ലാ വ്യക്തികൾക്കും ഒരേ രീതിയിലുള്ള ചികിത്സയല്ല ലഭിക്കുന്നത്. അതുപോലെ ക്യാൻസർ കണ്ടുപിടിക്കുകയാണെങ്കിൽ 40-50% വരെയും ക്യാൻസർ സുഖമാക്കാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു. എന്നാൽ നേരത്തെ തന്നെ രോഗനിർണയം നടത്തേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ നേരത്തെ കണ്ടെത്തിയാൽ മാത്രമേ ഈ ലോകത്തിൽ അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഇത്രമാത്രം ക്യാൻസർ രോഗികൾ ഉണ്ട് എന്നുള്ള കൃത്യമായ കണക്ക് നമുക്ക് എടുക്കാൻ സാധിക്കും. ഇന്ത്യ മുതൽ ആഫ്രിക്ക വരെ ക്യാൻസർ രോഗനിർണയം നടത്തുന്നത് തന്നെ 2ാമത്തെയോ 3ാമത്തെയോ ഘട്ടത്തിലാണ് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം, അത് അംഗീകരിക്കണം. ഇങ്ങനെ ക്യാൻസറിനെ കുറിച്ചുള്ള നമ്മുടെ അറിവ് കുറവായതിനാൽ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ചെറിയ മുടയുണ്ടായാൽ ആ ട്യൂമർ കാരണം ഡോക്ടർമാർ ക്യാൻസർ എന്നുള്ള ഒരു ഭയം വർദ്ധിപ്പിക്കുന്നതല്ലാതെ എന്താണ് ക്യാൻസർ ട്യൂമർ, അതെങ്ങനെ സംഭവിക്കുന്നു, ഈ മുഴകൾ ഉണ്ടാകാൻ എങ്ങനെയാണ് സാധ്യത വരുന്നത്, അതെങ്ങനെ പരിശോധിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പല രാജ്യങ്ങൾക്കും വലിയ ധാരണയില്ല. ഈ ധാരണയില്ലായ്മ കാരണമാണ് ക്യാൻസർ ഉണ്ട് എന്നുള്ളത് കണ്ടെത്താൻ തന്നെ കാലതാമസം എടുക്കുന്നത്. ഭാവിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരികയാണെങ്കിൽ ക്യാൻസർ അത് കാരണം ബാധിക്കപ്പെട്ടവർ ഇവരെ വളരെ എളുപ്പത്തിൽ തന്നെ കണ്ടെത്താൻ സാധിക്കും. ഉദാഹരണത്തിന് നമ്മൾ AI അടിസ്ഥാനമാക്കിയുള്ള ഒരു സ്കാനിങ്ങിന് ഇരിക്കുകയാണെങ്കിൽ ആ സിസ്റ്റം തന്നെ നമുക്ക് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ അത് എവിടെയാണ് എന്നുള്ളതെല്ലാം വ്യക്തമായി കണ്ടുപിടിച്ചു നൽകും. അതിനായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഡിക്കൽ ഗവേഷകർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ക്യാൻസർ മുഴകളെ നശിപ്പിക്കാനുള്ള വാക്സിൻസും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ ഒരേ ഒരു വാക്സിൻ മാത്രം മതിയോ? ഇനി ഒരിക്കലും ക്യാൻസർ വരില്ല എന്ന് ചോദിച്ചാൽ ഇവിടെ ക്യാൻസർ തന്നെ വ്യത്യസ്ത ഇനമാണുള്ളത്. ശ്വാസകോശാർബുദം, നേത്ര ചർമ്മാർബുദം, രക്താർബുദം, ഇങ്ങനെ പല ക്യാൻസർ ഉള്ളതിനാൽ ഒരു വാക്സിൻ എല്ലാ ക്യാൻസറുകൾക്കും പ്രതിവിധിയാണ് എന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. അത് വിശ്വസിക്കുകയും വേണ്ട. ലോകത്തിൽ ആരും അങ്ങനെ ഒരു ക്യാൻസർ വാക്സിൻ കണ്ടുപിടിച്ചിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ റഷ്യ ഏത് തരം ക്യാൻസർ വാക്സിനാണ് കണ്ടുപിടിച്ചത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം അവർ നൽകിയിട്ടില്ല. റഷ്യയ്ക്ക് മുൻപേ ക്യാൻസറിനായിട്ടുള്ള വാക്സിൻ ആരാണ് കണ്ടെത്തിയത്? ഈ കണ്ടെത്തലിന് പിന്നിലെ രാജ്യം, സംഘടന, അവയൊക്കെ ഏതാണെന്ന് നമ്മൾ ആദ്യം അറിയണം. 2022 ഏകദേശം 2 കോടി ആളുകൾക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചിരുന്നു. അതിൽ 97 ലക്ഷം പേർ മരിക്കുകയും ചെയ്തു. 2024 എടുത്താൽ 5 കോടി പേർക്ക് ഈ ക്യാൻസർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് 2.5 കോടിയിൽ നിന്നും 5 കോടിയോളം ആളുകൾക്ക് പുതുതായി ക്യാൻസർ കണ്ടെത്തിയെന്നും പറയുന്നു. അപ്പോൾ ഓരോ വർഷവും ഈ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. ക്യാൻസർ പുതുതായി വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ചിന്ത തന്നെ നമ്മുടെ മനസ്സിൽ വളരുന്നുണ്ട്. BioNTech അല്ലെങ്കിൽ ക്യൂർ ലാബ് പോലുള്ള കമ്പനികളായാലും ഇവരാണ് ലോകത്തിൽ ആദ്യത്തെ ഒവേറിയൻ ക്യാൻസറിന്റെ വാക്സിൻ കണ്ടെത്തിയത്. ഈ ഒവേറിയൻ ക്യാൻസർ എന്നത് വളരെ സർവ്വസാധാരണമായി നമ്മുടെ സ്ത്രീകൾക്കിടയിൽ വരുന്ന ഒന്നാണ്. നിങ്ങളിൽ എത്ര കുടുംബത്തിൽ സ്ത്രീകളുടെ ഗർഭപാത്രം നീക്കം ചെയ്തിട്ടുണ്ടാകും? എല്ലാവരുടെ വീട്ടിലും ഒരു 40 മുതൽ 50 വയസ്സിനിടയിൽ പ്രായമുള്ള അമ്മമാർക്കോ സഹോദരിമാർക്കോ ഈ ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾക്ക് ഇരയാകുന്നുണ്ട്. ഇടയ്ക്കിടെ വയറുവേദനയുണ്ട്, രക്തസ്രാവമുണ്ട്. എന്താണ് എന്ന് നോക്കിയാൽ നീർക്കട്ടിയാണെന്ന് പറയുന്നു. ഉടൻ തന്നെ അത് ഓപ്പറേഷൻ ചെയ്ത് പുറത്തേക്ക് എടുക്കണമെന്നും പറയുന്നു. അടിവയറ് വേദനയാണെന്നും പറയുന്നു. 5 ദിവസം മുതൽ 3 ദിവസം വരെയും രക്തസ്രാവം ഉണ്ടാവുന്നു. പക്ഷെ അത് 10 ദിവസത്തോളം നീണ്ടു നിൽക്കുന്നു എന്നൊക്കെ പല പ്രശ്നങ്ങളാണ്. എത്ര പേരുടെ വീടുകളിലാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം സ്ത്രീകൾ വേദനിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇതെന്തുകൊണ്ടാണെന്ന് ഇതുവരെയും ആർക്കും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിനേക്കാൾ അതൊരു ക്യാൻസർ ട്യൂമർ ആയിരിക്കുമോ എന്നുള്ള ഭയത്തോടുകൂടി ജീവിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് സത്യം.
സത്യം. ഇനി ഗർഭപാത്രത്തിൽ ഒരു ട്യൂമർ ഉണ്ട്, അത് ക്യാൻസർ ആണോ ഇല്ലയോ എന്ന് പരിശോധിക്കാനായി നമ്മൾ ബയോപ്സി ചെയ്യണം. ബയോപ്സിക്കായി ഒരു സാമ്പിൾ കൊടുക്കണം. ഇനി അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിനടുത്ത് ഒരു ബയോപ്സി ലാബ് ഉണ്ടോ എന്ന് നോക്കിയാൽ അതുമില്ല. ഇനി മറ്റു പല സ്ഥലങ്ങളിൽ കൊടുത്ത് അതിനായി കാത്തിരിക്കേണ്ടി വരും. ഇനി ദിവസങ്ങൾക്ക് ശേഷം റിസൾട്ട് വന്ന് അത് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ക്യാൻസർ ട്യൂമർ അല്ല, അത് റിമൂവ് ചെയ്താൽ മാത്രം മതി. അടുത്ത 1-2 വർഷത്തിന് ശേഷം അതേ സ്ഥലത്ത് വീണ്ടും ട്യൂമർ ഉണ്ടോ എന്ന് നോക്കണം. വീണ്ടും ഡോക്ടർ പരിശോധിക്കണം. അപ്പോൾ ഇവിടെയുള്ള പല പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മുടെ കുടുംബത്തിലെ സ്ത്രീകൾക്കും നമുക്കും വൈദ്യശാസ്ത്രപരമായ സംശയങ്ങൾ തീർക്കാനുള്ള, അല്ലെങ്കിൽ അതൊരു ക്യാൻസർ ട്യൂമർ ആണോ എന്നുള്ളത് സ്ഥിരീകരിക്കാൻ തന്നെ കാലതാമസം എടുക്കുന്നു എന്നുള്ളതാണ്. പലരുടെയും ജീവിതം തന്നെ ഇത് കാരണം അവസാനിക്കും. എത്രയും പെട്ടെന്ന് നമ്മൾ രോഗനിർണയം നടത്തുന്നു അത്രയും പെട്ടെന്ന് മാത്രമേ ആ രോഗം നമുക്ക് സുഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അടുത്ത് തീർച്ചയായും ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലോകമായിരിക്കും വരാൻ പോകുന്നത്. ഒരാൾക്ക് ഒരു മുഴ വന്നിട്ടുണ്ട്, അപ്പോൾ അവരുടെ പാരമ്പര്യം, അവരുടെ അച്ഛനമ്മമാർക്കുണ്ടായിരുന്ന രോഗം, ഇത് കാരണം ഇവർക്കും ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോ എന്ന് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പറയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും കഴിയുമെന്നും പറയുന്നു. അതിനായിട്ടുള്ള ഡേറ്റ ഇപ്പൊ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഒരേ രീതിയിലുള്ള രോഗം ഒരുപാട് പേർക്ക് വരികയാണ്. ഒരാൾക്ക് കണ്ണ് മഞ്ഞ നിറത്തിലാകുന്നുണ്ട്, 10 ദിവസത്തിന് ശേഷം അവർക്ക് വായിൽ നിന്നും രക്തം വരുന്നുണ്ട്. ഈ ഒരു ലക്ഷണങ്ങളോടുകൂടി ഒരു 10 പേര് അഡ്മിറ്റ് ആവുകയാണ്. ഓരോ വർഷവും ഇതുപോലെ 10 പേര് അഡ്മിറ്റ് ആയാൽ അവർക്ക് എങ്ങനെയുള്ള ചികിത്സ നൽകണം, 5 വർഷത്തിന് മുൻപ് അവർക്ക് എങ്ങനെയുള്ള ചികിത്സ നൽകി എന്നുള്ള ഡേറ്റ നമ്മുടെ പക്കലുണ്ട്. ഈ ഒരു ഡേറ്റ ആയിരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് നൽകുക. ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എപ്പോഴും മികച്ച രീതിയിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിന് എത്ര ഇൻപുട്ട് നൽകണം, അതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും അത് കൃത്യമായ ഔട്ട്പുട്ട് നൽകുക. 10 വർഷത്തിൽ എത്ര പേർക്ക് ഇങ്ങനെയുള്ള രോഗം വന്നു, അതിൽ ഇത്ര വയസ്സിനിടയിലുള്ളവർക്ക് ഈയൊരു മരുന്ന് നൽകിയപ്പോൾ സുഖമായി. ഇങ്ങനെയുള്ള ഡേറ്റാസ് എല്ലാം നമ്മുടെ പക്കലുണ്ട്. ആ ഡേറ്റ എല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഫീഡ് ചെയ്യുകയാണെങ്കിൽ അത് കൃത്യമായ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നൽകുക. അങ്ങനെയാണെങ്കിൽ ഇത് വളരെ എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇവിടെ പറയുന്നതിന് വളരെ എളുപ്പം തന്നെയാണ്. അടുത്തത് ഈ ഒവേറിയൻ ക്യാൻസർ പല സ്ത്രീകൾക്കും വന്നുകൊണ്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോ ഈ ഒവേറിയൻ ക്യാൻസർ പല സ്ത്രീകൾക്കും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇതിനകം പറഞ്ഞതുപോലെ 2022 2 കോടി ആളുകൾക്കാണ് ക്യാൻസർ കണ്ടുപിടിച്ചത്. അതിൽ ഏകദേശം 3 ലക്ഷം മുതൽ 5 ലക്ഷം ആളുകൾക്ക് വരെയും അണ്ഡാശയ ക്യാൻസർ പുതുതായി വന്നിട്ടുണ്ട്. ഇത് പറഞ്ഞത് വേൾഡ് ക്യാൻസർ റിസർച്ച് ഫണ്ട് ഇന്റർനാഷണൽ എന്ന സംഘടനയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷൻ പറയുന്നത് പോലെ ഏകദേശം 3 മുതൽ 5 ലക്ഷം പേർക്ക് ഓരോ വർഷവും ഈ അണ്ഡാശയ അർബുദം ബാധിക്കുകയാണെങ്കിൽ ഇത് തടയാനുള്ള ചികിത്സയെക്കുറിച്ച് 2 കമ്പനികൾ ഗവേഷണം നടത്താൻ തുടങ്ങി. അങ്ങനെയുള്ള ഗവേഷണത്തിന്റെ ഫലമായിട്ടാണ് ഒവേറിയൻ വാക്സിൻ എന്ന ഒരു വാക്സിൻ കണ്ടെത്തുന്നു. ഈ രോഗബാധിതരായ സ്ത്രീകൾക്ക് ഒവേറിയൻ വാക്സിൻ കുത്തിവയ്പ് നൽകുമ്പോൾ എവിടെ നിന്നാണോ ഈ ക്യാൻസർ മുഴകൾ വളരുന്നത് ആ ഒരു സെല്ലിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് നശിപ്പിക്കും. ഇതാണ് ഒവേറിയൻ വാക്സിൻ. ഇനി നേരിട്ട് നമുക്ക് റഷ്യയിലേക്ക് വരാം. റഷ്യ ഈ ഒരു ക്യാൻസർ വാക്സിൻ കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചാൽ കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിച്ചോ, ടെസ്റ്റ് ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇനീഷ്യൽ ടെസ്റ്റിംഗ് എല്ലാം അവസാനിച്ചു. റഷ്യയുടെ അടുത്ത ചുവടുവയ്പ്പിനെ കുറിച്ച് അറിയാൻ ലോകരാജ്യങ്ങളെല്ലാം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഇവർ കണ്ടുപിടിച്ചിരിക്കുന്നത് mRNA വാക്സിൻ ആണ്. ഈ mRNA എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, മെമ്മറി RNA, അതായത് ഈ DNA RNA എന്നൊക്കെ പറയുമല്ലോ. ഇപ്പോ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ക്യാൻസർ വരികയാണെങ്കിൽ ആ ക്യാൻസർ മുഴകളെ നീക്കം ചെയ്യും, അതിലുള്ള RNA എക്സ്ട്രാക്ട് ചെയ്യും, അതിനെ വേർതിരിച്ചെടുക്കും. അങ്ങനെ വേർതിരിച്ചെടുത്തിട്ട് അങ്ങനെ ഒരു സന്ദേശം നമ്മുടെ ശരീരത്തിന് നൽകുന്നു. ഇനി അത്തരം ഒരു വളർച്ചയുണ്ടായാൽ നമ്മുടെ ബോഡി അത് കണ്ടെത്തും. നമ്മുടെ ശരീരകോശങ്ങൾ ആ ക്യാൻസർ കോശത്തിന്റെ വളർച്ചയെക്കുറിച്ച് അറിയുമ്പോൾ തന്നെ അത് തടയാനായി ശ്രമിക്കും. അങ്ങനെ നമ്മുടെ കോശങ്ങൾ അർബുദത്തെ തടയുന്ന ആ ഒരു രീതി പിന്തുടരുകയും ചെയ്യും. ഈ ക്യാൻസർ ഭേദമാക്കുന്നതിനെയാണ് mRNA വാക്സിൻ എന്നും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ ക്യാൻസറിനും നമ്മൾ പ്രത്യേക രീതിയിലുള്ള വാക്സിൻ കണ്ടെത്തേണ്ടതുണ്ട്. അതിന്റെ ഒരു അടിസ്ഥാനമാണ് ഇപ്പോൾ റഷ്യ കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഇത് എല്ലാവർക്കും അവർ സൗജന്യമായി നൽകാൻ പോകുന്നില്ല. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ന്യൂസ് മാധ്യമങ്ങളിൽ എല്ലാം പറയുന്നത് എല്ലാവർക്കും അവർ ഫ്രീ ആയി നൽകുമെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഏതൊക്കെ വ്യക്തികൾക്കാണോ ക്യാൻസർ വന്നിട്ടുള്ളത് അവർക്ക് ഇത് ടെസ്റ്റ് ചെയ്യും. ഒരു 18 മുതൽ 40 വയസ്സിനിടയിലുള്ള ക്യാൻസർ ബാധിതർക്ക് ഇത് ടെസ്റ്റ് ചെയ്യും. അതും ഏത് തരം ക്യാൻസറിനാണ് ഇത് കുത്തിവയ്ക്കുക എന്നൊന്നും റഷ്യ പ്രത്യേകം പറഞ്ഞിട്ടില്ല. പക്ഷെ ക്യാൻസർ ഉള്ള വ്യക്തിയിൽ അവർ ഈ വാക്സിൻ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതിനകം അവരുടെ പരീക്ഷണം വിജയകരമായിരുന്നു എന്നും അവർ തന്നെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വാക്സിൻ ഉപയോഗിച്ചാൽ ക്യാൻസർ ബാധിതനായ വ്യക്തിക്ക് എന്തായിരിക്കും സംഭവിക്കുക? നമ്മുടെ ശരീരത്തിൽ ആ ഒരു സെൽ പുതുതായി രൂപപ്പെടാതെ തടയാനായിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ഈ ഒരു വാക്സിൻ സൃഷ്ടിക്കും. അങ്ങനെ ക്യാൻസർ മുഴകൾ അടുത്തതായി സ്പ്രെഡ് ആകുന്നത് തടയും. അങ്ങനെ തടയുകയാണെങ്കിൽ ആ ക്യാൻസർ മറ്റ് സ്ഥലങ്ങളിലേക്ക്
ശരീരത്തിലേക്ക് പടരുന്നത് അവസാനിക്കും. അതിനാൽ നിലവിലുള്ള മുഴകളെ മാത്രം നീക്കം ചെയ്താൽ മതി. അങ്ങനെ പഴയ ട്യൂമർ പോയി പുതിയ ട്യൂമർ അവിടെ ഉണ്ടാവുകയും ഇല്ല. അതിലൂടെ നമുക്ക് മനുഷ്യരെ രക്ഷിക്കാനും സാധിക്കും. അപ്പോ വാക്സിൻ ചെയ്യുന്ന പ്രവർത്തനം നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഒരു കോശം വരികയാണെങ്കിൽ അത് ക്യാൻസർ സെല്ലാണെന്ന് നമ്മുടെ ശരീരത്തിന് പറഞ്ഞു കൊടുക്കാനുള്ള സന്ദേശം. അതിനുവേണ്ടിയാണ് mRNA വാക്സിൻ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്നത്. ഇതിനെ അവർ എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇതിനായി അവരൊരു ഡ്രൈവ് നടത്താൻ പോവുകയാണ്. ഓരോ ആശുപത്രിയിലും അവിടെയുള്ള സാഹചര്യം അനുസരിച്ച് ആരെല്ലാമാണോ ഈ ക്യാൻസർ രോഗബാധിതരായിട്ടുള്ളത് അവർക്ക് ഈ വാക്സിൻ നൽകുകയും, അതായത് ഇത് ടെസ്റ്റ് ചെയ്ത് അവസാനിക്കാൻ തന്നെ 2025 പകുതിയോളമാകും. അതിനുശേഷമാണ് ക്യാൻസർ രോഗികൾക്കെല്ലാം റഷ്യ വാക്സിൻ നൽകാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഘട്ടം തന്നെ ടെസ്റ്റിംഗ് ഫേസ് ആണ്. അത് വിജയകരമായി അവസാനിക്കുകയാണെങ്കിൽ ക്യാൻസർ ബാധിച്ചിട്ടുള്ള എല്ലാവർക്കും, ഇത് ഏത് ക്യാൻസർ എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല, ക്യാൻസർ ബാധിച്ച എല്ലാവർക്കും റഷ്യ ഫ്രീ ആയി തന്നെ ഇത് നൽകും. അങ്ങനെയാണെങ്കിൽ ഏത് ക്യാൻസറിനും നമ്മെ കൊണ്ട് ചികിത്സിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ, ക്യാൻസർ രോഗികൾക്ക് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് ഏത് രീതിയിലുമാകട്ടെ, സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടായാൽ അത് കണ്ടെത്തിയ ശേഷം നമ്മുടെ ശരീരത്തിലെ ആ ലക്ഷണങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യും. അങ്ങനെയാകുമ്പോൾ ശരീരത്തിലെ ഈ ക്യാൻസർ വളർച്ചയുടെ രൂപീകരണം നമുക്ക് തടയാൻ സാധിക്കും. അത്തരം വാക്സിനുകളും വരും കാലങ്ങളിൽ നമ്മൾ തീർച്ചയായും കണ്ടെത്തും. അതിനും എയുടെ പങ്ക് വളരെ വലുതായിരിക്കും. ഇതിപ്പോ റഷ്യ മാത്രമല്ല ചെയ്തത്, ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ BioNTech കമ്പനി ഒവേറിയൻ വാക്സിൻ നിർമ്മിച്ചു. 2023 UK ഗവൺമെന്റ് ജർമ്മൻ ബയോടെക്നോളജി കമ്പനിയുമായി ചേർന്ന് ഒരു വ്യക്തിഗതമായ ക്യാൻസർ ചികിത്സയുടെ കരാർ സൃഷ്ടിച്ചു. ഇവിടെ ഞാൻ ഈ പേഴ്സണലൈസ്ഡ് ക്യാൻസർ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞല്ലോ. അതിന് കാരണം റഷ്യ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ ഒരു വാക്സിൻ. അതുപോലെ ഒരു വാക്സിൻ നിർമ്മിച്ചാൽ എല്ലാവർക്കും പൊതുവായി നൽകാൻ സാധിക്കും എന്നൊന്നും ഇല്ല. ഒരു വ്യക്തി, അവരുടെ ക്യാൻസറിന്റെ തീവ്രത, ആ വ്യക്തിയുടെ ശരീരത്തിലുണ്ടായ മാറ്റങ്ങൾ, മറ്റൊരു വ്യക്തിക്ക് അതുപോലുള്ള ക്യാൻസർ വരികയാണെങ്കിൽ അവർക്ക് മറ്റൊരു രീതിയിലായിരിക്കും ശരീരം പ്രവർത്തിക്കുക. അപ്പോൾ ഓരോ വ്യക്തികൾക്കും വാക്സിൻ എന്നത് പേഴ്സണലൈസ് ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ആ വ്യക്തി ആ ക്യാൻസറിൽ നിന്നും സുഖപ്പെടുത്താൻ സാധിക്കൂ. അങ്ങനെയാണെങ്കിൽ ഇത് എളുപ്പമുള്ള ഒരു ജോലിയൊന്നും അല്ല. റഷ്യ അത് ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കിയതാണെങ്കിൽ തീർച്ചയായും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. ഇങ്ങനെ ക്യാൻസർ ബാധിച്ച ഓരോരുത്തർക്കും mRNA വാക്സിൻ എടുത്ത് അവർക്ക് ജീവിതത്തിലേക്ക് തിരികെ വരാൻ സാധിച്ചാൽ അത് വലിയ കാര്യം തന്നെയാണ്. അതും കാശ് ചിലവില്ലാതെ സൗജന്യമായി നൽകിയാൽ അത് വീണ്ടും വലിയ കാര്യമാണ്. മെഡിക്കൽ മാഫിയ തന്നെ ഞെട്ടിപ്പോകുന്ന ഒരു കാര്യമാണ് റഷ്യ ചെയ്തിരിക്കുന്നത്. കാരണം BioNTech കമ്പനി ഉണ്ടെന്ന് പറഞ്ഞു, ജർമ്മനിയുടെ ഒരു കമ്പനി ഉണ്ടെന്ന് പറഞ്ഞു, അമേരിക്കയുടെ നിരവധി കമ്പനികളുണ്ട്. അങ്ങനെയുള്ളപ്പോൾ റഷ്യ ഇത് ഫ്രീ ആയി നൽകുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ക്യാൻസറിന് പുറകിൽ മെഡിക്കൽ തന്നെ പല കോടി രൂപയുടെ മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ട്. സാധാരണ ഒരു മുഴ വന്നാൽ പോലും അത് ബയോപ്സി ചെയ്ത് ക്യാൻസർ ആണോ ഇല്ലയോ എന്ന് സ്ഥിരീകരിക്കണം. അപ്പോ ആ ബയോപ്സി ചെയ്യാൻ തന്നെ ഒരു ടെസ്റ്റ്, അതിനുള്ള ചിലവ്, ഫീസ്, സമയം, ഇതെല്ലാം സാധാരണയായ ഒരു AI വഴി തന്നെ കണ്ടുപിടിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഭാവിയിൽ അത് സംഭവിച്ചേക്കാം. റഷ്യ പോലുള്ള രാജ്യങ്ങൾ അത് ഫ്രീ ആയി നൽകുകയും അത് ശരിയായി എല്ലാവരും ഉപയോഗിക്കുന്നു എന്നുള്ള വാർത്ത വരുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളും മറ്റൊരുപാട് രാജ്യങ്ങളും ചിന്തിക്കും, റഷ്യയെ കൊണ്ടൊക്കെ സാധിക്കുമ്പോൾ എന്നെ കൊണ്ട് എന്ത് സാധിക്കില്ല എന്ന്. അങ്ങനെ ഒരു ചിന്ത വന്നാൽ മാത്രമേ ഈ ക്യാൻസർ മാഫിയയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കൂ. അതുവരെയും ഭയപ്പെടുത്തുന്ന ആളുകൾ നമ്മെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. നമുക്ക് ആവശ്യമില്ലാത്ത പല കാര്യങ്ങൾ നമ്മൾ തന്നെ ചിന്തിച്ച് നമ്മളും വ്യാകുലപ്പെടും. ഞാൻ പറഞ്ഞതുപോലെ എല്ലാ മനുഷ്യരുടെ ശരീരത്തിലും കോശങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സാധാരണ ഒരു കോശത്തിൽ നിന്നും ചെറിയൊരു മാറ്റം വന്നാൽ അല്ലെങ്കിൽ ഒരു പരിവർത്തനം സംഭവിച്ചാലാണ് അത് ക്യാൻസർ കോശമായി മാറുക. അപ്പോ എല്ലാവർക്കും ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ ക്യാൻസർ എന്താണ്, അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് അത്ര ധാരണ ഇല്ല എന്നുണ്ടെങ്കിൽ കമന്റിൽ പറഞ്ഞാൽ മതി. ക്യാൻസറിനെ കുറിച്ചുള്ള വളരെ വിശദമായ ഒരു വീഡിയോ തന്നെ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അങ്ങനെ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ ക്യാൻസർ ഡീറ്റെയിൽഡ് വീഡിയോ എന്ന് കമന്റിൽ മെൻഷൻ ചെയ്താൽ മതി. ഇപ്പോൾ റഷ്യ ക്യാൻസർ വാക്സിൻ കണ്ടുപിടിച്ചിരിക്കുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, അതും അവർ സൗജന്യമായി നൽകാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും ദിവസം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി.